ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ PM കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ആ സംഭവ സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അവിടെയുള്ള നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് ശ്രീ സുനിൽ മനസ്സിലായത്? അതിപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രാത്രി പയ്യന്മാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ മരം അടുത്തൊരു മരം ഈ പോസ്റ്റിലേക്ക് വീഴുകയും ഈ പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് കിടക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ പയ്യന്മാർ ഇത് അറിയാതെ പോയി വണ്ടി ഓടിച്ച് ആ പൊട്ടിക്കിടന്ന ലൈനിൽ തട്ടി അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ MLA-യും പ്രസിഡന്റും ഒക്കെ പറയുന്നത് ഈ അപകടം, അതായത് ഇവര് ബൈക്കിൽ സഞ്ചരിച്ച് വരുന്ന സമയത്ത് തന്നെയാണ് ഈ മരച്ചില്ലയും വൈദ്യുതി കമ്പിയും എല്ലാം പൊട്ടി അവിടേക്ക് വീണത് എന്നുള്ളതാണ്. നേരത്തെ അത് പൊട്ടി അവിടെ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണോ താങ്കൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രാഥമികമായി അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്തിയത് നാട്ടുകാരാണല്ലോ. അവർ ഈ അപകടത്തെ കുറിച്ച് കൂടുതലായി എന്തൊക്കെ പറയുന്നുണ്ട്? തൊട്ടടുത്ത് കശാപ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ അവരാണ് ഇത് അറിഞ്ഞ് ഓടിച്ച് വന്ന് അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഓക്കെ, ഇവര് 3 പേരും ഒരു ബൈക്കിൽ വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി 2 പേരും തെറിച്ച് വീണത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി അല്ലേ? ദുരന്തം ഒഴിവായി, അതെ അതെ. ബൈക്ക് ഓടിച്ച പയ്യനാണ് അക്ഷയാണ് ബന്ധപ്പെട്ടത്. അതെ, ഈ വൈദ്യുതി പോസ്റ്റ് കാലപ്പഴക്കം ചെന്നിരുന്നതാണ്. വൈദ്യുത പോസ്റ്റ് കാലപ്പഴക്കം ചെന്ന ഒരു പോസ്റ്റാണ്. കാലപ്പഴക്കം ചെന്ന വൈദ്യുത പോസ്റ്റാണ്. അപ്പോൾ താങ്കളുടെ അടക്കം ശ്രദ്ധയിൽ നേരത്തെ ഇത് പെട്ടിരുന്നോ? ഇത് നമ്മൾ നേരത്തെ ഇത് അവരെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അറിയിപ്പ് ഇത് പോസ്റ്റ് മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ. KCB ഉദ്യോഗസ്ഥർ മാറ്റിയില്ല എന്നാണോ? അതല്ല, അവര് പോസ്റ്റിന്റെ ഭാഗത്ത് അടുത്തുള്ള പോസ്റ്റിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോസ്റ്റ് കാലപ്പഴക്കം സംഭവിച്ച ഒരു പോസ്റ്റാണിത്. ഓക്കെ, നമുക്കറിയാം ഈ മഴക്കാലമാണ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ ഈ റോഡരികിലുള്ള മരങ്ങളുടെ കാര്യങ്ങൾ, അതോടൊപ്പം ഇതുപോലെയുള്ള കാലപ്പഴക്കം ചെന്ന പോസ്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അതെ അതെ, ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ സംബന്ധിച്ച് പലതവണ നമ്മൾ KCBക്ക് നമ്മളെ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇതുപോലെ അപകടത്തിൽ നിൽക്കുന്ന മരങ്ങൾ ഇനിയും ആ ഭാഗത്ത് നമ്മുടെ അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. കാര്യം അതിപ്പോ ഇത് നമ്മൾ രേഖാമൂലം അറിയിപ്പ് കൊടുത്തിട്ട് മുറിച്ചു മാറ്റാത്ത ഇതിന്റെ ഉടമസ്ഥ തന്നെ ഉണ്ട്. സാധാരണ ഈ റോഡിലോട്ട് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകളൊക്കെ KCB ഉദ്യോഗസ്ഥർ തന്നെ വന്ന് കൃത്യമായ സമയത്ത് വെട്ടിമാറ്റുന്നതല്ലേ? അതെ, വെട്ടിമാറ്റുന്നതാണ്. അവർ വന്ന് സമയം വെട്ടിമാറ്റുന്നതാണ്. ഇവിടെ എന്താണ് അങ്ങനെ സംഭവിക്കാതെ പോയത്? ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോ ഈ ഇതിലേക്ക് വീണിരിക്കുന്നത് നല്ല ഉണങ്ങിയ ഒരു മരമാണ് ഈ പോസ്റ്റിലേക്ക് വീണിരിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റിൽ നിന്നാണ് ഇപ്പൊ ലോഡിലേക്ക് വന്ന് വീണ് കിടക്കുന്നത്. അപ്പൊ ഇത് അവര് വന്ന സമയത്താണ് ഒരു കാണാതെ വണ്ടി വന്ന് ലൈനിൽ പൊട്ടിക്കുന്ന ലൈനിലേക്ക് തട്ടുകയാണ് ചെയ്തത്. അല്ല, എന്തുകൊണ്ടാണ് ആ മരച്ചില്ലകളൊക്കെ വെട്ടി മാറ്റാതിരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്? അത് KCBയുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപടി മുമ്പോട്ട് പോകേണ്ടി വരും, ചോദിച്ചറിയേണ്ടി വരും അല്ലേ എന്താണ് സംഭവിച്ചത്? അതെ അതെ. ഓക്കെ, വളരെ നന്ദി ശ്രീ സുനിൽ PM ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. അരുൺ മോഹൻ